ഹലോ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഇന്ന് ഞാനൊരു പുതിയ വിശേഷം ഒന്നും പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പഴയവരുടെ വിശേഷമാണ്. അപ്പോൾ ഞങ്ങൾ പഴയവരെന്ന് പറയുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർ. ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ജീവിതം എങ്ങനെയാണ് അവസാനിക്കുക, അസുഖം എന്ത് വരും, ആര് നോക്കും എന്നൊക്കെയുള്ള ചിന്തകളാണ്. ആ ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾക്കും ആ പ്രായത്തും അങ്ങനെ ഒരു ചിന്ത വരില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും, നമ്മൾ ഇനി ആരെ സംരക്ഷിക്കാന്നൊക്കെ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ എൻ്റെയൊക്കെ ഫ്രണ്ട്സിൻ്റെ പലരുടെ വീട്ടിലും അവർ മാത്രമാണ്, അവരുടെ മക്കളൊക്കെ UK-ലും അവിടെ ഇവിടെയൊക്കെയാണ്, ഓരോ സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ആളില്ലല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയും, ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം, ഇവിടെയുള്ളവർക്കും ജോലി തന്നെയല്ലേ, അവരാരാ നമ്മളെ നോക്കണേ, അവരൊന്നും നമ്മളെ നോക്കില്ല. ആ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിൽ പോയി. ഇതിപ്പോ മറ്റ് കൺട്രീസ് പോലെയായി. അതായത് കുറെ നാള് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് അത് ഏറ്റെടുത്തിട്ട് എല്ലാ വൃദ്ധരെയും നന്നായി പരീക്ഷിക്കാനുള്ള സംരക്ഷണമാണ് ഇനി വേണ്ടത്. കാരണം വീട്ടിലാരും നോക്കുന്നുള്ള ഒരു പ്രതീക്ഷ ഇനി ഇല്ല. അങ്ങനെ ഒരു പ്രതീക്ഷയില് ഉണ്ടാവാം, കുറച്ച് പേരൊക്കെ നോക്കുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. അങ്ങനെ നോക്കണ മക്കളെ എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ അങ്ങനെയല്ല, പൊതുവെ ഞാൻ പറയാണ്, പലരുടെയും എല്ലാ മക്കളും അകലെയാണ്, പുറത്താണ് ജോലി ചെയ്യുന്നത്. അപ്പൊ 1-2 മക്കളുള്ളതിൽ 2 പേരും അങ്ങനെ പോകും, പിന്നെ ആരും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ജോലിയാണ്, അവരുടെ തിരക്കാണ്. പണ്ടൊക്കെ നമ്മളെന്ന് പറഞ്ഞാല് ഒരു കൂട്ടുകുടുംബം പോലെയല്ലേ, അപ്പൊ ആരെങ്കിലൊക്കെ ഉണ്ടാവും നോക്കാനും പിടിക്കാനും. ഇതൊക്കെ ഒരു അണുകുടുംബമായപ്പോ നമ്മളൊക്കെ ഒറ്റപ്പെട്ടു പോയി. ഇപ്പൊ വയസ്സായവരൊക്കെ അവർക്ക് ഭയങ്കര ഒറ്റപ്പെടലാണ് കുറച്ച് കഴിയുമ്പോൾ. അത് വല്ലാണ്ട് ബാധിക്കുന്നുണ്ട് പലരെയും. കുറച്ച് നാളൊക്കെ അവരുടെ മക്കളെയൊക്കെ നോക്കി നമ്മൾ സംരക്ഷിച്ച് നിൽക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ സുഖമാണ്, അവരുണ്ടാവണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അത് കഴിയുമ്പോൾ അവർക്കൊരു അധികപ്പറ്റാണ് നമ്മൾ. അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടായിരിക്കണം എന്ന് വിചാരിച്ച് നടക്കണത് അവരുടെ ഒരു കാര്യങ്ങൾ നടക്കണ വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പറ്റണില്ലേ നോക്കാൻ, അവരുടെ ജോലി തിരക്ക്, അവരുടെ അവസ്ഥകൾ അവർക്ക് പറ്റണില്ലേ. അങ്ങനെ പറ്റാതെ വരുമ്പോൾ ഇതൊരു ഭാരം തന്നെയാണ്. തിരിച്ചവർക്കും അങ്ങനെ തന്നെ, അവരുടെ മക്കൾ വലുതായി വരുമ്പോൾ അവരൊരു ഭാരം തന്നെ. ഇതിപ്പോ ആരും കുറ്റം പറയുന്നതല്ല ഞാൻ, അങ്ങനെയാണ് ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്നത്. പണ്ട് എന്ന് പറഞ്ഞാല് കുറെ മക്കളൊക്കെ എല്ലാവരുടെ വീട്ടുകളിൽ ഉണ്ടാകുമ്പോൾ ഒരാളല്ലെങ്കിൽ ഒരാൾ വന്ന് സംരക്ഷിക്കാനും, അതുപോലെ മറ്റുള്ള ചേട്ടന് അനിയന്മാരുടെ എല്ലാവരും കൂടിയിട്ടാണ് അന്നൊക്കെ. എൻ്റെ അമ്മയൊക്കെ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ്റെ ഭാര്യമാരാണ് നോക്കുക. അമ്മാമ്മയ്ക്ക് ഒന്നും അറിയണ്ട, അച്ഛൻ്റെ ഭാര്യമാര് എല്ലാ കാര്യങ്ങളും, ഡ്രസ്സുകൾ കഴുകലും ഞങ്ങളുടെ കാര്യങ്ങളടക്കം അവരാ നോക്കുക. അത് അന്ന് അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. ഇന്നിപ്പോ അങ്ങനെയൊന്നും അവരൊന്നും നോക്കിയാൽ കാണില്ല, അവരൊന്നും പരിസരത്തുണ്ടാവില്ല. പിന്നെ നമുക്കുള്ളത് ആകെ നമ്മൾ ഭാര്യയും ഭർത്താവും മാത്രമാണ്. അപ്പോൾ അതിലൊരാൾ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാം നശിച്ചു നിർത്തും. ഒന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരാളോട് പറയാനെങ്കിലും അപ്പുറത്തൊരാളുണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര ബലാണത്. അപ്പോൾ ആ അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയണത്. അപ്പൊ ഞാൻ പറയണത്, നമ്മള് വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. ഇത്രയും നാള് നമ്മുടെ ജീവിതം കുട്ടികൾക്കും ഭർത്താവിനും കുടുംബത്തിനും ഒക്കെ വേണ്ടി, അല്ലെങ്കിൽ ഭർത്താവ് തിരിച്ച് ഭാര്യയ്ക്കും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിച്ചു ജീവിച്ചു. അപ്പൊ എന്താ പറയാ, നമ്മുടെ പണി പൂർത്തിയായി, നമുക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ പൂർത്തിയായി നിർത്തും. ഇനി നമ്മളിങ്ങനെ വെറുതെ ഉള്ള സമയം നന്നായി ആസ്വദിച്ച് TV ഒക്കെ കണ്ട് ചിരിച്ച് കളിച്ച് നമ്മൾ ഉല്ലസിച്ചിരിക്കുക. അല്ലാണ്ട് ഈ വക ചിന്തകളിലേക്ക് പോയാൽ നമുക്കൊരു അന്തവും കിട്ടില്ല, അർത്ഥവും കിട്ടില്ല. അങ്ങനെയാണ് അതിന്റെ കിടപ്പ്. അതങ്ങനെയാണ്. അത് ഇനി ഒരു മാറുന്നുള്ളൊരു അവസ്ഥ ഇല്ല, ഞാൻ കാണാനില്ല. കാരണം ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്സ് ആയാലും ഞങ്ങളുടെ വീടുകൾ ഇപ്പൊ ഇനി വീട്ടിൽ ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പണ്ടത്തെ ഒരു അവസ്ഥയല്ല. പണ്ട് കൂട്ടത്തോടെ ഒരാള് അസുഖമാകുമ്പോ ആശുപത്രിയിൽ നിൽക്കാനും പിടിക്കാനും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് ആരുന്നുള്ള ആകെ ഒരാളോ 2 ഉണ്ടാവും. അവർക്ക് ജോലി എത്ര ദിവസം ലീവ് എടുക്കും. അപ്പൊ ഒക്കെ ഭാരമാണ്. വേഗം ഇവര് കെട്ടിപ്പോണേ എന്നാണ്. അല്ലെങ്കിൽ നമ്മളെ എന്താ പറയാ, എങ്ങനെയെങ്കിലും
അവസാനിപ്പിക്കണം എന്നുള്ള മട്ടാണ്. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ ധൈര്യമില്ലാത്ത കാരണം നമ്മളിങ്ങനെ ഇട്ടെടുക്കും. അങ്ങനെ ചെയ്ത് കിട്ടുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. പക്ഷെ അതും ചെയ്യില്ല. അപ്പോൾ വളരെ ഭാരമായിട്ട് നമ്മളിങ്ങനെ ജീവിക്കും വയസ്സായിട്ട്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പൊ നമ്മളൊരു ജീവിതത്തിന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ നമ്മളുടെ കുറച്ച് കാലം മാത്രമേ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കണുള്ളൂ, കല്യാണം വരെ. കല്യാണത്തിന് ശേഷം ഭയങ്കര ഒരു പരാക്രമമാണ് ജീവിതം. ആ ജീവിതം എന്ന് പറയുന്നത് കുട്ടികളെ വളർത്താനും പിന്നെ കുടുംബം കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു തത്രപ്പാടാണ്. പിന്നെ ജോലിയുള്ളവർക്ക് അതും കൂടി ഉണ്ടാവും. അങ്ങനെയുള്ള ആ തത്രപ്പാടിൽ നമ്മൾ ജീവിക്കുന്നു. അതാണ് ഒരു ആസ്വദിച്ചു എന്ന് പറയാൻ പറ്റും. അത് ആസ്വദിക്കല്ല, നമ്മൾ ഒരു ഭാരം കുറെ കാര്യങ്ങൾ ചെയ്തു വിട്ടത്. ആ ചെയ്യണ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെ ഇവരുടെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അവശരായി, നമുക്ക് ആരോഗ്യമില്ല. പിന്നെ നമ്മൾ ആസ്വദിക്കാന്ന് വെച്ചാൽ തന്നെ നമുക്ക് ആരോഗ്യമില്ല. പിന്നെ നമ്മൾക്ക് എന്നും ചെറിയ ചെറിയ രോഗങ്ങളുണ്ട്, നമുക്ക് ദേഹാംഗവേദന, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ. ഇതൊക്കെ കേൾക്കാനും താല്പര്യം ഉണ്ടാവില്ല അവർക്ക്. കാരണം അവർ ബിസിയാണ്. അവർക്ക് സ്നേഹമില്ലാണെന്നല്ല, അവർക്ക് സ്നേഹമൊക്കെ കിട്ടുകയില്ല. അവരെല്ലാം ബിസിയാണ്. ദൈവമേ, ഈ അമ്മ എപ്പോഴും വയ്യ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ? ഇതൊക്കെ നടക്കണ കാര്യം. ഇതൊക്കെ എല്ലാ പൈസ ഇവർക്കുണ്ടാവും, നമ്മളുണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു അവസ്ഥ. നമ്മളിപ്പോ എന്താ ഗുളികളൊന്നും അങ്ങനെ എടുത്ത് കഴിക്കണ്ട. അത് ഹാർട്ടിന് കേടുവരും, കിഡ്നിക്ക് കേടുവരും. അതൊന്നും എടുത്ത് കഴിക്കണ്ട. അപ്പൊ പിന്നെ ഇതെങ്ങനെ വേദന പോകുന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറെ ഇതൊക്കെയാണ് ഓരോ കുടുംബങ്ങളിലും നടക്കുന്നത്. അപ്പൊ ഞാൻ വയസ്സായവരോട് പറയാണ്, നമ്മള് ഡിപ്രഷനായി പോണ്ട. നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തു. ഇനി നമ്മുടെ ജോലിയൊക്കെ പൂർത്തിയായി. ഇനി നമ്മള് ഉള്ളത് കിട്ടുന്ന സമയം ആഘോഷിച്ച് ജീവിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേറെ ചിന്തകളിലേക്കൊന്നും പോകണ്ട. ചിന്തകളിലേക്ക് പോയാൽ നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. അങ്ങനെ ചിന്തിക്കണ്ട. വരുന്നോടത്ത് വെച്ച് കാണാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.